നയൻറ്റീസ് കിഡ്സിന് ഇതിൻ്റെ രുചി മറക്കാനാവില്ല അല്ലേ? അന്നൊക്കെ ഇതല്ലായിരുന്നു ട്രെൻഡ്. ഇപ്പോഴത്തെ മിഠായികളൊക്കെ എന്താ ഇതിൻ്റെ മുന്നിലൊക്കെ അല്ലേ? നിങ്ങളൊക്കെ എന്തായിരുന്നു പറഞ്ഞിരുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. പാൽക്കോവയാണ് ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ട് അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വേറൊരു വെർഷൻ ഞാൻ 2-3 വർഷങ്ങൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അതിലും സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പാൽക്കോവയാണ്. 1 കപ്പ് പൊട്ടുകടല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ഏലക്കായും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് വീണ്ടും പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം. അതുപോലെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം നെയ്യൊന്ന് തടവി മാറ്റി വെക്കട്ടെ, ഒരു ചതുരത്തിലുള്ള പാത്രം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഉരുക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവർ വരും. എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഈ ഒരു അളവിലേക്ക് ഈ ഒരു 1/4 കപ്പ് നെയ്യ് തന്നെ മതി കേട്ടോ. ചെറിയൊരു ചൂടോട് കൂടെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നെയ്യിന് ചൂട് വേണം കേട്ടോ. നെയ്യ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയി കിട്ടണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഒരു പൊടി പോലെ ആയിരിക്കും. എന്നിട്ട് നമുക്കത് ഏതിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഇത് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്തിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. നല്ലോണം പ്രസ് ചെയ്യണേ, നല്ല പ്രസ് ചെയ്തിട്ട് ആക്കി കൊടുക്കുക. ചതുരത്തിലുള്ള പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂർ പുറത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിനകത്ത് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ വെക്കാട്ടോ ചെയ്ത്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രിഡ്ജിൽ തന്നെ ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്വയറിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അടിപൊളി അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. പണ്ട് നമ്മൾ കഴിച്ചിരുന്ന സെയിം ടേസ്റ്റിൽ ഇതുപോലെ തയ്യാറാക്കിയാൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് പഴയ കാല നൊസ്റ്റാൾജിക് ഐറ്റംസൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയാറ് എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് എടുക്കുക, പെട്ടെന്ന് പൊടിഞ്ഞു പോവും. എന്നിട്ട് നമുക്കിത് ബോട്ടിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്